ഹായ്, നമ്മൾ ഇന്ന് ഒരു കിടിലം ഡാബയിൽ വന്ന് കണ്ട ജത്ര. അപ്പോൾ നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളും വേറൊരു വഴിക്ക് പോയതാണ്. അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണ്. നോക്ക്, ഈ ദാബയിലോട്ടുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ നോക്കിക്കോ, അകത്തോട്ടാണ് ദാബ. ശരിക്കും പറഞ്ഞ ഒരു ഇത്രയും പാർക്കിംഗ് സ്പേസ് ആണ്. അതായത് വലിയൊരു ദാബ കല്യാൺ താനെ റോഡിലാണ്. ഇത്രയും പാർക്കിംഗ് സ്പേസ് ആണ്. പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ ഏകദേശം ഒരു 50 വണ്ടി സുഖമായിട്ടിടാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം. ഇതിൻ്റെ ക്ലൈമാക്സിലൊരു സസ്പെൻസ് ഉണ്ട്. ഞങ്ങളെന്തായാലും ഞെട്ടി, നിങ്ങളെന്തായാലും ഉറപ്പായിട്ട് ഞെട്ടും. കണ്ടു നോക്ക്. ആൾറെഡി എൻ്റെ ചാനലിൽ സായി ദാബ എന്ന് പറഞ്ഞൊരു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ മാക്സിമം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നും അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇന്ന് സായി ദാബ ഓപ്പൺ അല്ല. അങ്ങനെയാണ് ഞങ്ങൾ വേറെ കടയിലോട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ കുറേ നമ്മൾ നോക്കിയിട്ടും നല്ലൊരു ദാബ കിട്ടുന്നില്ല. നമ്മളെ ഈ കല്യാണിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഹൈജീനിക്കായിട്ടുള്ളൊരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ദാബ കിട്ടണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡിൽ ഒരുപാട് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലൈറ്റും ഡെക്കറേഷനും ഒക്കെ കണ്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചത്. കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എന്ത് അടിപൊളിയായിട്ടാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. പുറത്തൊരു ജ്യൂസ് കൗണ്ടറുണ്ട് പാർക്കിങ്ങിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഏരിയ, ബർത്ത്ഡേയും അങ്ങനെയൊക്കെയുള്ള ഓപ്പൺ സ്പേസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അകത്ത് പിന്നെ നമ്മൾ ഈ പുറത്ത് കണ്ടതുപോലെ തന്നെയാണ്. അകത്തോട്ട് വലിയൊരു സ്പേസാണ്. AC നോൺ AC സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് സെപ്പറേറ്റ് അകത്തോട്ട് വേറൊരു ഏരിയ ഉണ്ട്. അങ്ങനെ മൊത്തത്തിലെല്ലാം സെപ്പറേഷൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഒരു നൈറ്റ് വൈബ് ആസ്വദിക്കാൻ പറ്റിയൊരു സെറ്റപ്പിലാണ് ഉള്ളത്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നമുക്ക് കല്യാണിന്ന് എങ്ങോട്ടാണുള്ള റൂട്ടൊക്കെ പറഞ്ഞു. ഇത് കല്യാൺ ബദ്ലാപൂർ റോഡില് വരുന്ന ഒരു ധാബയാണ്. ധാബ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മഹാരാഷ്ട്രൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിവരം പറയാം. अच्छा रहेगा ना, मटन के पीसा करेंगे बराबर. कितना रहेगा उसका पैसा? कितना है? कितना महंगा? ഇതെന്താ ഈ മീൻ എന്താ സാധനം? ബോംബിൽ. ഇതെന്താ സാധനം? ചപ്പാവ. അത് ബഞ്ചാര കബാബ്, മസാല പപ്പടം. മസാല പപ്പടം എല്ലാം കാര്യമായി കേട്ടാ. വിശപ്പില് നമ്മളത് എടുക്കാൻ വിട്ടുപോയി. ഇതെന്താ ഇതിന്റെ മീൻ? ഇത് ബോംബെയിൽ ഇവിടുത്തെ ഒരു ഫിഷ് ആണ്. ഇവിടുത്തെ മീനാണ്. കബാബ്, ബഞ്ചാര കബാബ് കിടിലായിട്ട്. നല്ലതാണ്. മട്ടണും നല്ലതാണ്. മേടിച്ച കബാബും നല്ലതാണ്. ബോംബെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് പറഞ്ഞില്ല, മീൻ ഇച്ചിരി ചീറ്റിപ്പോയി. നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ നല്ല സംഭവം കൊണ്ടുവരും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറയാം. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രോപ്പർ മഹാരാഷ്ട്രൻ ഒരു പ്രോപ്പർ ധാബയിലാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് സസ്പെൻസ് കിട്ടിയത് ഞങ്ങള് ബില്ലടച്ചപ്പോഴാണ്. ഇതാണ് ഞങ്ങളുടെ സസ്പെൻസ്. ഇത് സംഭവം പക്കാ മറാഠിയാണ്. പക്ഷെ മലയാളം പറയണത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടോ നോക്ക്. പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ എന്താ പറയാം, കുറെ ദിവസമായി. പക്ഷേ മറന്നു പോകും, കുറെ ശബ്ദങ്ങൾ മറന്നു പോകും. ഞാൻ ട്രൈ ചെയ്യും മലയാളം. ഇവിടെ എന്റെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവന്റെ കൂടെ ഞാൻ സംസാരിച്ച് പഠിച്ചു. ഇല്ല, പഠിച്ചില്ല. മലയാളം മനസ്സിലാവും. അറിയാം. വായിക്കാൻ അറിയാം. ഞാൻ പേപ്പർ വായിക്കായിരുന്നു. അപ്പൊ അത് വായിച്ച് കുറച്ച് വലിയ കാര്യം കേട്ടോ. ഇത് മലയാളം പറയണേക്കാളും വായിക്കാൻ അറിയാം. അതാണ് വലിയ ഇമ്പോർട്ടന്റ്. നമ്മള് മാത്രമല്ല, ഇവിടെ സസ്പെൻസ് തുറക്കാൻ 2 ആൾക്കാരും കൂടെ ഉണ്ട്. കമോൺ ഗൈസ്. ഇവരറിഞ്ഞിട്ടില്ല, നമ്മുടെ ആൾക്കാർ മലയാളി അറിഞ്ഞിട്ടില്ല. അതായത് നമ്മള് മൊത്തം കാര്യമായി നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങണത്. നമ്മൾ ജസ്റ്റ് മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി അങ്ങോട്ട് മറുപടി പറഞ്ഞത്. സംഭവം മലയാളിയല്ല, പക്കാ മറാഠിയാണ്. പക്ഷെ അടിപൊളിയായിട്ട് മലയാളം മനസ്സിലാവും. അടിപൊളിയായിട്ട് മലയാളം നമ്മൾ പറഞ്ഞപ്പോ നമുക്ക് അതിന് മറുപടി മലയാളത്തിലാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഞെട്ടിയത്. എന്തായാലും ഫുഡ് അടിപൊളി. കല്യാണമുള്ളവര് വന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് അടിപൊളിയായിട്ട് വന്ന് കഴിക്കാം ഫാമിലി ആയിട്ട്. നല്ല സൂപ്പർ ആഹാരം. മട്ടനൊക്കെ നല്ല സ്പെഷ്യൽ ആയിരുന്നു. കഴിക്കുന്ന പോലെയല്ല, മട്ടൻ ഇവിടുത്തെ ആരെല്ലാം നല്ലതായിരുന്നു.
മട്ടനും മീനും ഇവിടുത്തെ ചിക്കനും ഇവിടുത്തെ ഏരിയയിലും നല്ലതായിരുന്നു. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇവിടുത്തെ പേരാണ് ഹോട്ടൽ ജത്ര. ജത്ര എന്ന് പറഞ്ഞാൽ, ജത്രയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഉത്സവം എന്ന് പറയാറില്ലേ, അതിനാണ് മഹാരാഷ്ട്രൻസ് ജത്ര എന്ന് പറഞ്ഞത്, ഉത്സവം. ഓക്കെ